വാടനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ 2026-28 വർഷത്തേക്ക് തെരഞ്ഞെടുത്ത ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും മണലൂർ MLA പ്രൊഫസർ സി രവീന്ദ്രനാഥിന് സ്വീകരണവും നൽകി. വാടനപ്പള്ളി വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ ചടങ്ങിൽ വാടനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VR അരുണൻ അധ്യക്ഷത വഹിച്ചു. ദുബായിൽ നിന്നും 12 രാജ്യങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ച് 23,000 കിലോമീറ്റർ പിന്നിട്ട് വാടനപ്പള്ളിയിൽ എത്തിയ നസീബ്, ഇൻഡോ ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ച സാന്ദ്ര മരിയ എന്നിവരെ ആദരിച്ചു. മരണമടഞ്ഞ വ്യാപാരികളുടെ ആശ്രിതർക്ക് നൽകുന്ന ക്ഷേമ പദ്ധതിയായ ഭദ്രം പദ്ധതിയിലെ ക്ഷേമസംഖ്യ 10 ലക്ഷം രൂപ ആശ്രിതർക്ക് ചടങ്ങിൽ കൈമാറി. BS സുഗതൻ, ജനറൽ സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ അറക്കൽ, ട്രഷറർ PA മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. മനസ്സിൽ സന്തോഷം, ആനന്ദം ഉണ്ടാകുമ്പോഴാണ് ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു തന്മാത്ര ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോഴാണ്. ഒരു കുട്ടിയെ പേര് വിളിച്ച് വേദിയിൽ വന്ന് ആദരിക്കുമ്പോൾ, മറ്റുള്ളവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ആനന്ദം ഉണ്ടാവുക. ആനന്ദത്തിൻ്റെ പ്രതിഫലനം ഡോപ്പമീൻ്റെ ഉൽപ്പാദനമാണ്. അതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അത് ബ്രെയിനിനെ വളർത്തും. അതുകൊണ്ട് പ്രോത്സാഹനം വളർച്ച എന്നതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഒരിക്കലും ഒരാളെ നിരുത്സാഹപ്പെടുത്തരുത് എന്നാണ്. നിരുത്സാഹപ്പെടുത്തുമ്പോൾ മനസ്സ് തളരും, വേദനിക്കും, നൊമ്പരപ്പെടും. അപ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്നത് ഡോപ്പമീൻ അല്ല, ബ്രെയിനിന്റെ ന്യൂറോ ട്രാൻസ്മിഷനെ തകർക്കുന്ന രാസവസ്തുക്കളാണ്.